മോർണിംഗ് ആൻഡ് വെൽക്കം ടു ഡോക്ടർ സ്റ്റോക്ക്. ഇന്നത്തെ ഡോക്ടർ സ്റ്റോക്കിൽ എന്നോടൊപ്പമുള്ളത് ഡോക്ടർ രാജീവ് ജയദേവൻ. അദ്ദേഹം സൺറൈസ് ഹോസ്പിറ്റലിലെ ഗാസ്ട്രോഎൻട്രോളജിസ്റ്റാണ്. പക്ഷേ ഇന്ന് അദ്ദേഹം ആ ഒരു കപ്പാസിറ്റിയിലല്ല ഇവിടെ വന്നിരിക്കുന്നത്. കാരണം ഞങ്ങൾ സംസാരിക്കുന്നത് ഗാസ്ട്രോഎൻട്രോളജി റിലേറ്റഡ് ആയിട്ടൊരു വിഷയമേ അല്ല. അടുത്തിടെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും പത്രത്തിൽ IMA കൊച്ചി, IMAയുടെ ഒരു ഇനീഷ്യേറ്റീവ്, റോഡിൽ നമ്മുടെ റാഷ് ബിഹേവിയർ അല്ലെങ്കിൽ റോഡിൽ അപകടങ്ങൾ കൂടുതലാകാൻ കാരണമായേക്കാവുന്ന നമ്മുടെ ചില സ്വഭാവ രീതികൾ, നമ്മൾ മാറ്റേണ്ടതായ, നമ്മൾ നിയന്ത്രിക്കേണ്ടതായ നമ്മുടെ ചില സ്വഭാവങ്ങൾ റോഡിൽ പ്രത്യേകിച്ചും ആണ്. നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും നമ്മുടെ വാഹനങ്ങളിലെ കാര്യങ്ങളും നമ്മുടെ സ്വന്തം സ്വഭാവ രീതികളും ശ്രദ്ധിക്കുകയാണ് എങ്കിൽ നമുക്ക് 100% വരെ പ്രിവെൻറ്റ് ചെയ്യാവുന്ന മരണകാരണമാണ് റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ്സ്. അത് തന്നെയാണ് എൻ്റെ പ്രാധാന്യവും. ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ MBBS കോഴ്സിൽ നമ്മൾ പഠിക്കുന്ന ഒരു വിഷയം സോഷ്യൽ ആൻഡ് പ്രിവെൻറ്റീവ് മെഡിസിൻ ആണ്, കമ്മ്യൂണിറ്റി ഹെൽത്ത്. അതായത് പബ്ലിക് ഹെൽത്ത്, പൊതുജനാരോഗ്യ പ്രശ്നങ്ങൾ. ഈ പൊതുജനാരോഗ്യ പ്രശ്നങ്ങളിൽ വരുന്ന അസുഖങ്ങളാണ് മലേറിയ, പോളിയോ, അല്ലെങ്കിൽ മന്ദരോഗം, ഇപ്പോൾ സമീപകാലത്ത് വന്നിരിക്കുന്ന പലതരത്തിലുള്ള ഏവിയൻ ഫ്ലൂ, ഇബോള. ഇതെല്ലാം പബ്ലിക് ഹെൽത്തിൽ വരുന്ന വിഷയങ്ങളാണ്. അതായത് ഒരു ജനറൽ പബ്ലിക്കിനെ ബാധിക്കുന്ന അസുഖങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും അവർ മരണപ്പെടാൻ ഇടയാകുന്ന കാരണങ്ങൾ, ഇതൊക്കെയാണ് പബ്ലിക് ഹെൽത്ത്. റോഡുകളുടെ അപര്യാപ്തത മാത്രമല്ല, ആ റോഡുകളിൽ കൂടി സഞ്ചരിക്കുന്ന വ്യക്തികളുടെ അപകടകരമായിട്ടുള്ള പെരുമാറ്റശീലങ്ങളാണ്. അതിനെയാണ് ഡേഞ്ചറസ് റോഡ് ബിഹേവിയേഴ്സ് എന്ന് പറയുന്നത്. റോഡ് മോശമായതുകൊണ്ട് അപകടമുണ്ടായെങ്കിൽ നമ്മൾ രണ്ടുപേരും ഇന്ന് ജീവനോട് ഉണ്ടാവില്ല. ലോകത്താരും, കേരളത്തിൽ ആരും ഇന്ന് ജീവനോട് ഉണ്ടാവില്ല. ലോജിക്കാണ്, സിമ്പിൾ ലോജിക്. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞല്ലോ, ഈ അപകടകരമായ റോഡിലെ നമ്മുടെ പെരുമാറ്റ രീതികൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കുറേ അക്കമിട്ട് നമുക്ക് ആൾക്കാരിൽ എത്തിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണെന്ന് പറഞ്ഞു. ഇത് എങ്ങനെയാണ് നിങ്ങൾ ഇതിലേക്ക് ഇതൊക്കെയാണ് അപകടകരമായ പ്രവണതകൾ എന്ന് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? എങ്ങനെ കണ്ടുപിടിച്ചു? എല്ലാ ദിവസവും നമ്മൾ നിരത്തിലിറങ്ങിയാൽ 1-2 ടു വീലേഴ്സ്, പ്രധാനമായും 2 വീലേഴ്സ്, 4 വീലേഴ്സും നടക്കാറുണ്ട്, ഡ്രൈവ് ചെയ്യാറുണ്ട്. രാത്രിയിൽ, ഇരുണ്ട രാത്രിയിൽ കറുത്ത റോഡിൽ കൂടി ലൈറ്റ് ഇല്ലാതെ ഉള്ള സഞ്ചാരം. ഇവർക്ക് മറ്റുള്ളവരെ കാണാൻ സാധിക്കുമായിരിക്കും, പക്ഷേ മറ്റുള്ളവർക്ക് ഇവരെ കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് നിരപരാധിയായിട്ടുള്ള ഒരാൾ നമ്മുടെ വാഹനത്തിൽ ഇടിക്കാനും അല്ലെങ്കിൽ ഒരു കാൽനടക്കാരനെ നമ്മൾ അപകടപ്പെടുത്താനും സാധ്യതയുണ്ട്. നിങ്ങൾ അല്പം കൂടി നേരത്തെ ഇറങ്ങിക്കഴിഞ്ഞാൽ പതുക്കെ പോയിക്കൂടെ? ഇല്ലില്ല, ഞങ്ങൾക്ക് അങ്ങനെ നേരത്തെ ഇറങ്ങിയ ശീലമില്ല, പക്ഷേ വേഗം അങ്ങ് ഓടിച്ചെത്താമല്ലോ എന്നുള്ളതാണ്. അപ്പോൾ ഈ വേഗം ഓടിച്ചെത്താം എന്നുള്ള ആ പ്രവണത is one of the most dangerous behaviors. സമയം കൂടുതലുണ്ടെങ്കിൽ നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിരിക്കും ഡ്രൈവിങ്ങിൽ. തീർച്ചയായിട്ടും കൃത്യമായൊരു ഫാക്റ്റാണ്. നമ്മളൊക്കെ രാവിലെ ജോലിക്ക് ഡ്രൈവ് ചെയ്യുന്നവരാണ്, നമുക്കറിയാം. ഒരു ദിവസം ലേറ്റായിട്ട് ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ റിലാക്സ്ഡ് ആയിരിക്കില്ല. നേരത്തെ ഇറങ്ങുകയാണെങ്കിൽ വളരെ റിലാക്സ്ഡ് ഡ്രൈവ് ആയിരിക്കും നമ്മൾ എത്തുന്നത് വരെ. അത് ശരിയാണ് പറഞ്ഞത്. തീർച്ചയായും നേരത്തെ ഇറങ്ങുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബിഹേവിയറാണ്. ഇത് ഒരു നിയമത്തിലും അനുശാസിക്കുന്നില്ല, പക്ഷേ ഇത് ബിഹേവിയറൽ ചേഞ്ചാണ് നമുക്കുണ്ടാകേണ്ട. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, സിഗരറ്റ് വലിക്കുന്നതുകൊണ്ടാണ് ക്യാൻസർ വരുന്നത്. അത് നമ്മുടെ ബിഹേവിയറാണ്. ഈ ബിഹേവിയറിൽ വരുത്തേണ്ട മാറ്റങ്ങളെ പറ്റിയാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡേഞ്ചറസ് ആയിട്ടുള്ള സാധാരണ കാണുന്ന മറ്റൊരു പ്രാക്ടീസാണ് ഇരുണ്ട വേഷമിട്ടിട്ട് സന്ധ്യയ്ക്കോ രാത്രിയിലോ റോഡിൽ കൂടി നടക്കുക. അല്ലെങ്കിൽ വെളുപ്പിന് 4 മണിക്ക് കറുത്ത ടീഷർട്ടും കറുത്ത പാൻറ്റും ഒക്കെ ഇട്ട് റോഡിൽ കൂടെ നടക്കുക. ഇരുട്ടാണ്, റോഡ് ഇരുണ്ട് കിടക്കുകയാണ്, ഒട്ടും വെളിച്ചമില്ല. കറുത്ത വേഷമിട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും ആ വ്യക്തിയെ മറ്റൊരു വാഹനം വന്ന് ഇടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ അതുപോലെ തന്നെ ഈ റോഡിൽ വാഹനം ഓടിക്കുമ്പോൾ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റോഡ് റേജ് എന്ന് പറയാവുന്ന വിധത്തിലുള്ള പെരുമാറ്റ രീതി, അതും ശരിക്കും നമ്മൾ പ്രിവെൻറ്റ് ചെയ്യേണ്ടതല്ലേ? തീർച്ചയായും. റോഡ് റേജ് പ്രത്യേകിച്ചും പാശ്ചാത്യ രാജ്യങ്ങളിൽ ധാരാളം കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ അമേരിക്കയിലാണെങ്കിൽ ഒരാളുടെ വാഹനത്തെ നമ്മൾ തടസ്സപ്പെടുത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ അയാളോട് നമ്മൾ അനാവശ്യമായിട്ട് കയർക്കുകയാണെങ്കിൽ ഒരുപക്ഷെ വാഹനത്തിൽ വെച്ചിരിക്കുന്ന തോക്കെടുത്ത് നമ്മളെ വെടിവെച്ചെന്നിരിക്കാം. അങ്ങനെയുള്ള പല ഇൻസ്റ്റൻസസും അമേരിക്കയിൽ നടന്നിട്ടുണ്ട്. അതിനെ റോഡ് റേജ് അറ്റാക്ക് എന്ന് പറയും. ആ നിമിഷത്തെ കോപം കൊണ്ടുണ്ടാകുന്ന സംഭവമാണ്. അത് സംഭവിച്ചു കഴിഞ്ഞിട്ട് ഇയാളെ പണിഷ് ചെയ്തിട്ട് പ്രത്യേകിച്ചൊരു ഗുണം നമുക്കുണ്ടാകുന്നില്ല, കാരണം നമ്മൾ മരിച്ചുപോയി. അതെ, റോഡിൽ നമ്മൾ പലരും ഞാനും ഡോക്ടറും ഒക്കെ ഡ്രൈവ് ചെയ്യുന്നവരാണ്. ഇത് കണ്ടിരിക്കുന്നതിൽ 90% ആൾക്കാരും ഏതെങ്കിലും വിധത്തിലുള്ള വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ നമ്മൾക്കൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നമ്മുടെയൊക്കെ പലപ്പോഴും പ്രകടിപ്പിക്കുന്ന അപകടകരമായ ചില സ്വഭാവ രീതികൾ റോഡിൽ എങ്ങനെ അപകടങ്ങളാകാം എന്നാണ് ഡോക്ടർ ഇവിടെ പറഞ്ഞത്.